കഴിഞ്ഞ ക്ലാസ്സിൽ വൈദ്യുത കാന്തിക പ്രേരണം വഴി ഒരു ചാലക ചുരുളിൽ പ്രേരിതമാവുന്ന EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞതാണ്. അവ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. തന്നിരിക്കുന്ന പ്രവർത്തനം നിരീക്ഷിക്കുക. കാന്തത്തിൻ്റെ ഉത്തരധ്രുവം കമ്പിച്ചുരുളിനുള്ളിലേക്ക് സാവധാനം ചലിപ്പിക്കുന്നു. ഇവിടെ ഗാൽവനോമീറ്റർ സൂചി കുറഞ്ഞ അളവിൽ വിഭ്രംശിക്കുന്നു. ബൾബ് കുറഞ്ഞ തീവ്രതയിൽ പ്രകാശിക്കുന്നതായും കാണാം. അതായത് കമ്പിച്ചുരുളിൽ ഉണ്ടാകുന്ന കറണ്ട് കുറവായിരുന്നു എന്നർത്ഥം. 2. കാന്തത്തിൻ്റെ ഉത്തരധ്രുവം കമ്പിച്ചുരുളിനുള്ളിലേക്ക് വേഗത്തിൽ ചലിപ്പിച്ചപ്പോഴോ? ഇവിടെ ഗാൽവനോമീറ്റർ സൂചിയെ കൂടുതലായി വിഭ്രംശിച്ചതായും ബൾബിൻ്റെ തീവ്രത കൂടിയതായും കാണാം. അതായത് ഇവിടെ കൂടുതൽ EMF ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ നിന്ന് ചലന വേഗത കൂടുമ്പോൾ സോളിനോയിഡിൽ ഉണ്ടാകുന്ന പ്രേരിത EMFൻ്റെ അളവ് കൂടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചുറ്റുകൾ കൂടുതലുള്ള കമ്പിച്ചുരുളിനുള്ളിലേക്കാണ് കാന്തത്തിൻ്റെ ഉത്തരധ്രുവം ചലിപ്പിച്ചതെങ്കിലോ? ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ ഗാൽവനോമീറ്റർ സൂചിയെ കൂടുതലായി വിഭ്രംശിക്കുന്നു. ബൾബ് കൂടിയ തീവ്രതയിൽ പ്രകാശിക്കുന്നു. എങ്കിൽ കമ്പിച്ചുരുളിൽ കൂടുതൽ കറണ്ട് ഉണ്ടായി എന്ന് അർത്ഥം. ചുറ്റുകൾ കുറവുള്ള കമ്പിച്ചുരുളിനുള്ളിലേക്ക് കാന്തത്തിൻ്റെ ഉത്തരധ്രുവത്തെ അതേ വേഗതയിൽ ചലിപ്പിച്ചാലോ? ഗാൽവനോമീറ്റർ സൂചി കുറഞ്ഞ അളവിൽ വിഭ്രംശിക്കുകയും ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറഞ്ഞതായും കാണാം. ഇവിടെ കമ്പിച്ചുരുളിൽ ഉണ്ടാകുന്ന കറണ്ട് കുറവാണ്. അതായത് സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കൂടിയപ്പോൾ സോളിനോയിഡിൽ കൂടിയ പ്രേരിത EMF ഉണ്ടായി എന്നർത്ഥം. എങ്കിൽ ശക്തി കൂടിയ കാന്തത്തിൻ്റെ ഉത്തരധ്രുവം കമ്പിച്ചുരുളിനുള്ളിലേക്ക് ചലിപ്പിക്കുന്നു. ഗാൽവനോമീറ്റർ സൂചിയെ കൂടുതലായി വിഭ്രംശിച്ചു. ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടുകയും ചെയ്തു. കമ്പിച്ചുരുളിൽ കൂടുതൽ കറണ്ട് ഉണ്ടായതല്ലേ കാരണം? ശക്തി കുറഞ്ഞ കാന്തത്തിൻ്റെ ഉത്തരധ്രുവം കമ്പിച്ചുരുളിനുള്ളിലേക്ക് അതേ വേഗതയിൽ ചലിപ്പിച്ചാലോ? ഗാൽവനോമീറ്റർ സൂചി കുറഞ്ഞ അളവിൽ വിഭ്രംശിച്ചു. ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയുകയും ചെയ്തു. അതായത് കമ്പിച്ചുരുളിൽ ഉണ്ടാകുന്ന കറണ്ട് കുറഞ്ഞു എന്നർത്ഥം. കാന്തശക്തി കൂടുമ്പോഴാണ് സോളിനോയിഡിൽ ഉണ്ടാകുന്ന പ്രേരിത EMFൻ്റെ അളവ് കൂടിയത്. അപ്പോൾ മുകളിൽ പറഞ്ഞ പ്രവർത്തനങ്ങളെ ഒന്നുകൂടെ നമുക്ക് ക്രോഡീകരണം നടത്തിയാൽ ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം, കാന്തത്തിൻ്റെ ശക്തി, കാന്തം അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ചലനവേഗം ഇവയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദ മാഗ്നറ്റ് ഓർ കോയിൽ. ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ ചലിക്കുമ്പോൾ അതിലൊരു EMF പ്രേരണം ചെയ്യും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ചാലകം വ്യത്യസ്ത രീതിയിൽ ചലിപ്പിക്കുമ്പോൾ കറണ്ടിൻ്റെ അളവിലും പ്രേരിത EMFലും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാറ്റം വരിക? ഇവിടെ ഒരു ചിത്രം നിരീക്ഷിക്കുക. ഒരു കാന്തിക മണ്ഡലത്തിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. ആ കാന്തിക മണ്ഡല രേഖകൾ എല്ലായ്പ്പോഴും അതിൻ്റെ നോർത്ത് ധ്രുവത്തിൽ നിന്ന് സൗത്ത് ധ്രുവത്തിലേക്ക് തന്നെയാണ് ചലിക്കുക. ആ ബലരേഖകൾക്ക് സമാന്തരമായി ഒരു ചാലകം അതിനിടയിൽ വെച്ചിരിക്കുന്നു. കാന്തിക മണ്ഡല രേഖകൾക്ക് സമാന്തരമായിട്ടാണ് ചാലകത്തെ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനാൽ ഇവിടെ കാന്തിക മണ്ഡല രേഖകൾ വിച്ഛേദിക്കപ്പെടുന്നില്ല. കാന്തിക മണ്ഡല രേഖകൾ വിച്ഛേദിക്കപ്പെടാത്തത് കൊണ്ട് കാന്തിക ഫ്ലക്സിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. കാന്തിക ഫ്ലക്സിന് മാറ്റമില്ലാത്തതിനാൽ ഇവിടെ EMF പ്രേരണം ചെയ്യുകയും ഇല്ല. എന്നാൽ ചാലകം കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായി ചലിപ്പിച്ചാലോ? ഇപ്പോൾ കാന്തിക മണ്ഡല രേഖകൾ വിച്ഛേദിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. കാന്തിക മണ്ഡല രേഖകൾ എപ്പോഴാണോ വിച്ഛേദിക്കപ്പെട്ടത് അപ്പോൾ കാന്തിക ഫ്ലക്സിന് മാറ്റം സംഭവിച്ചതായും ആ സമയത്ത് EMF പ്രേരിതമായതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
അതായത് ചാലകം കാന്തിക മണ്ഡല രേഖകൾക്ക് സമാന്തരമായി ചലിക്കുമ്പോൾ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കാത്തതിനാൽ ചാലകത്തിൽ പ്രേരിത EMF ഉണ്ടാവുന്നില്ല. എന്നാൽ ചാലകം കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായി ചലിക്കുമ്പോൾ കാന്തിക ഫ്ലക്സിനുണ്ടാകുന്ന വ്യതിയാനം പരമാവധി ആയതിനാൽ ചാലകത്തിൽ പ്രേരിതമാകുന്ന EMFഉം പരമാവധി ആയിരിക്കും. When the conductor moves parallel to the magnetic field lines, there is no change in the magnetic flux linked with the conductor. Hence, current is not induced on the conductor. When the conductor moves perpendicular to the magnetic field lines, magnetic flux change linked with the conductor is maximum. Hence, maximum EMF is induced on the conductor. ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നു എന്ന് കരുതുക. എങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതിയുടെ ദിശ മനസ്സിലാക്കുന്നതിന് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് ഒരു നിയമം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ നിയമം ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമത്തിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയെയും നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നുവെന്ന് കരുതുക. വലതുകൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ ഓരോന്നും പരസ്പരം ലംബമായി വരത്തക്കവണ്ണം നിവർത്തുക. ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും, ഇത് എല്ലായ്പ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും, തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം എന്ന് അറിയപ്പെടുന്നത്. Imagine a conductor moving perpendicular to a magnetic field. Stretch the forefinger, middle finger and thumb of the right hand in mutually perpendicular directions. If the forefinger represents the direction of the magnetic field and the thumb represents the direction of motion of the conductor, then the middle finger represents the direction of the induced current.